2-3 ബീട്രൂട്ട് ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ഇതിൻ്റെ കൂടെ ഒരു സവാളയും 3-4 പച്ചമുളകും എടുത്ത് ഇത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണ്. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ സ്വല്പം വലുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ആദ്യം ഇതുപോലെ പീസുകളായിട്ട് കട്ട് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ബീട്രൂട്ടും ഉള്ളിയും അരിഞ്ഞിട്ട് ഇനി 3-4 പച്ചമുളക് അതിൻ്റെ കൂടെ അരിഞ്ഞിടാം. 2-3 പച്ചമുളക് അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് ഇന്ന് ഞാൻ എണ്ണയെ വാട്ടിയല്ല പച്ചവെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ്. ലാസ്റ്റിൽ കടുക് പൊട്ടിക്കാം. കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വെന്ത് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് ഇറക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞ് തേങ്ങയിട്ട് ഇളക്കി ചേർത്ത് ഇനി ഇച്ചിരി കടുക് പൊട്ടിച്ച് ഒഴിക്കണം. സ്വല്പം മോര് കറി ഇനിയും ഉണ്ടാക്കാം. അതിന് ജീരകം, ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, 2 ഉള്ളി, ചെറിയ ഒരല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടാതെ സ്വല്പം തേങ്ങയും ഇത്രയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മോരും ലാസ്റ്റിൽ അതിലൊഴിച്ച് ഉടച്ചെടുക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലിട്ട് ഇനി സ്വല്പം തേങ്ങ അതിനകത്തേക്ക് ഇടാം. കുറച്ച് അരച്ചെടുക്കുക. മോരിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്തതാണിത്. ഇതിലേക്ക് ഇനി നമുക്ക് തൈരും കൂടെ ഒഴിച്ച് 1-2 കറക്ക് കറക്കി എടുക്കാം. തൈരും കൂടെ ഒഴിച്ച് കറക്കി എടുത്തതാണിത്. ഇനി ഇത് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണം. ഒഴിക്കാനായിട്ടൊരു മോര് കറി വെച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സ്വല്പം തേങ്ങ, ഇച്ചിരി ജീരകം, ഇച്ചിരി ഒരല്ലി വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ അരച്ച് ഇച്ചിരി മഞ്ഞളും അരച്ച് ചേർത്ത് ആ അരപ്പിനകത്ത് മോരും കൂടെ ഉടച്ചിട്ട് കടുക് പൊട്ടിച്ച് റെഡിയാക്കി എടുത്തതാണ് ഈ മോര് കറി. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇതൊരു ചൂരക്കറി മുളക് വറ്റിച്ചതാണ്, മുളക് കറി വെച്ചതാണ്. ഇത് മുളക് കറി വയ്ക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കടുക് പൊട്ടിച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ ലഞ്ചാണിത്. കുറച്ച് മട്ട റൈസ്, കുറച്ച് മുളക് കറി, കുറച്ച് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, ഒരു പീസ് വറുത്ത മീൻ, കുറച്ച് മോര് കറി. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ലഞ്ച് നിങ്ങളും ഉണ്ടാക്കി കഴിക്കൂ.